ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു അവർ നിങ്ങളെ കണ്ടിരുന്നത്, ഇപ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു മനോഭാവം, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജി, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറലിസ്റ്റ് റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങുമാണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്, അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസും നല്ല ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. അവരുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന നല്ല നല്ല മൊമെന്റ്സ് അതെല്ലാം തന്നെ, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് അതെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ട് പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ഓരോ നിമിഷവും നിങ്ങളെ കുറിച്ചിട്ട് ഓർത്തുകൊണ്ട് തന്നെ അത്രത്തോളം സ്നേഹത്തിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തികൾ. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന കാര്യത്തിൽ ആദ്യ തുടക്ക സമയങ്ങളിലൊക്കെ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരായിട്ട് തന്നെയായിരിക്കാം നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളും ഒരുപാട് ആഗ്രഹിച്ച് തന്നെ വന്നൊരു ബന്ധമാണ് എങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്തേക്ക് ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നതും ഒരുപാട് കാര്യങ്ങൾ, ടൈം ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരുന്നതും എല്ലാം തന്നെ ആദ്യ സമയങ്ങളിൽ ഈ ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. കാരണം ഇവരെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഇവർക്ക് അത്രത്തോളം ഒരു വാല്യുബിൾ ആണ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു നിധി പോലെയാണ് ഇവർക്ക്. അത്രയും ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും ഇവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് പറയാം. ഓരോ മൊമെന്റ്സിലും നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു രീതിക്ക് നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോയപ്പോൾ ഇത് പകുതി വെച്ചിട്ട് ഇതിനകത്ത് എന്തോ ഒരു ചേഞ്ചസ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും ക്യാരക്ടർ ചേഞ്ചസ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു തേർഡ് സിറ്റുവേഷൻ, പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം, മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസിന്റെ സ്വാധീനം ഒക്കെ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ഒന്ന് ഡീവിയേറ്റ് ആയി പോയിട്ടുണ്ട് നിങ്ങളുടെ ഈ ബന്ധം. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് മുറിഞ്ഞു പോയ ബന്ധം ആവാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് പോയ ഒരു സിറ്റുവേഷൻ. റിലേഷൻഷിപ്പ് എല്ലാ രീതിക്കും സ്റ്റോപ്പ് ആയി പോവുക. ചിലവരുടെ കാര്യത്തിൽ അത് ഡെത്ത് ആയി പോയിട്ടുണ്ടായിരിക്കാം, പൂർണ്ണമായിട്ട് നിന്നു എന്നുള്ള രീതിയിലായിരിക്കാം. മറ്റു ചിലരുടെ കാര്യത്തിൽ പകുതി വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലേക്ക് ആയി പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു ബന്ധത്തിന് ഇവിടെ മാറ്റങ്ങൾ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലം വരെ ഇവരാണ് നിങ്ങളുടെ ലോകം, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഒരു സ്നേഹമാണ് എല്ലാം എന്നുള്ള രീതിയിലാണ് ഇവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നിരുന്ന ഈ ഒരു ബന്ധത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചു നിൽക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണെ അത്രത്തോളം ഒരു രീതിക്കും വിട്ടുകളയാനാവാത്ത, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ബന്ധം, അല്ലെങ്കിൽ അത്രത്തോളം ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരിക്കാം നിങ്ങളുടേത്. എല്ലാവരാലും ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആവുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അത്രത്തോളം ഒരു സൗന്ദര്യമുള്ള ഒരു വ്യക്തി. ഇപ്പൊ ഈ ഒരു പേഴ്സൺ കുറച്ചൊരു സൗന്ദര്യവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവർക്ക് സൗന്ദര്യം, മാനസിക സൗന്ദര്യം പോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഇവർ വളരെയധികം അട്രാക്ട് ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം ആണെങ്കിലും, നിങ്ങളുടെ ആ ഒരു കഴിവാണെങ്കിലും, നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ ആണെങ്കിലും ഒക്കെ തന്നെ ഇവർ വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിക്കും ഉള്ള ഒരു അട്രാക്ഷൻ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു പേഴ്സൺ നിന്നിരുന്നത്. അങ്ങനെയുള്ള ഒരു ബന്ധത്തിലാണ് പെട്ടെന്ന് സഡൻ ആയിട്ട് ഈ ഒരു ചേഞ്ചസ് സംഭവിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പേഴ്സണ് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു മനോഭാവം എന്ന് പറയുന്നത്, നേരത്തെ അവരുടെ ഒരു ഇന്റൻസിറ്റി, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന്റെ തീവ്രത, സ്നേഹം എന്നൊക്കെ പറയുന്നത് നിങ്ങളാണ് എല്ലാം,
ഓരോ നിമിഷവും ഇവരുടെ ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ലവേഴ്സിന്റെ ഒരു എനർജിയിലാണ് പോയിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാനായിട്ട് മുന്നോട്ടേക്ക് വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സഡൻ ആയിട്ടാണ് ഈ ഒരു ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നത്. ഇനി അല്ല, നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എന്താണോ നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലാണോ ഉള്ളത്, അത്രയും മനോഹാരിതയോടുകൂടി മുന്നോട്ടേക്ക് പോയ ഒരു ബന്ധത്തിലാണ് ഈ ഒരു സഡൻ ചേഞ്ച് വന്നിട്ട് ഇപ്പൊ ഒന്ന് നിന്ന് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിട്ടു പോയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു ബന്ധത്തിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടും കുറെ അത്രത്തോളം തീവ്രമായിട്ട് ഈ ഒരു വ്യക്തിയെ പ്രണയിക്കുകയും ചെയ്ത വ്യക്തികളാണ്. അപ്പൊ അത് ഇവർക്ക് അറിയുകയും ചെയ്യാന്നുള്ളത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സണ് നല്ല രീതിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം, നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് തന്നെ അറിയാമെന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ ആദ്യകാലങ്ങളിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്നേഹമൊക്കെ പിന്നീട് ഇപ്പൊ ഇവർ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ഇവരോട് അത്രയും സ്നേഹം ഇല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ആയി പോയിട്ടുണ്ടോ, ഈ ഒരു ചിന്തകളൊക്കെയാണ് ഇവർ അലട്ടുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്പ്രെഡിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ അത് കറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മൊമെന്റ് ടു മൊമെന്റ് ആണ് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ ഓരോ നിമിഷവും ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സിൽ നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ മാത്രം മതിമറന്ന് നടന്ന ഒരു വ്യക്തികൾ തന്നെയായിരുന്നു ഇവര്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെങ്കിൽ പോലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഒരു ഓർമ്മ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ തീവ്രതയിൽ തന്നെയാണ് ഓരോ നിമിഷവും ഇവർ ജീവിച്ചിരുന്നത്. കാരണം അത്രത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളിൽ അഡിക്റ്റഡ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫിസിക്കൽ സൗന്ദര്യത്തിലാണെങ്കിലും അതുപോലെ നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും, നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണെ മറ്റുള്ളവരുടെ മുമ്പിൽ, ഇപ്പൊ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെങ്കിൽ, നിങ്ങളൊരു വൈഫ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെന്നൊക്കെ എല്ലാവരുടെയും മുമ്പിൽ പറയാനായിട്ടൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ആവേശമായിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം ഇവർക്ക് അതിൽ ഒരു അഭിമാനമായിരുന്നു എന്ന് പറയാം. അത്രയും എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് നിങ്ങൾ. എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം. ആ ഒരു ചിന്ത ഈ ഒരു പേഴ്സന്റെ ഒരു അഹങ്കാരമായിരുന്നു, ഒരു സ്വകാര്യം അഹങ്കാരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രീതിയിലും എന്തൊക്കെ പ്രശ്നം ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ പോവുകയില്ല. ഈ റിലേഷൻഷിപ്പ് വിട്ടിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ പോവുകയില്ല എന്നൊരു അമിതമായിട്ടുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നത്. ആ ഒരു രീതിയിലാണ് ഇവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസം തന്നെയാണ് അതിനെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിനോട് കൂടി തന്നെ വളരെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ടേക്ക് പോയൊരു ബന്ധമാണ് നിങ്ങളുടെ. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്രത്തോളം തീവ്രമായിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം എത്രയാണോ അത്രത്തോളം ഈ ഒരു പേഴ്സൺ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുണ്ടാകാം ആദ്യകാലങ്ങളിൽ. പക്ഷെ മുന്നോട്ടേക്ക് പോകെ ഇവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് വന്നാലും ഇവരെ വിട്ടു പോവില്ല. കാരണം നിങ്ങൾ അത്രത്തോളം അഡിക്റ്റഡ് ആണ് ഈ ഒരു പേഴ്സണിൽ. അത് ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചിന്തകൾ ഇവർക്ക് വന്നു തുടങ്ങിയ നിമിഷമാണ് നിങ്ങളുടെ ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് വന്നു തുടങ്ങിയിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയാണ് ഈ ഒരു ബന്ധത്തിനെ ഇത്രത്തോളം ഒരു ചേഞ്ചസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ഒരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ബന്ധത്തിനെ ഡെത്ത് ആക്കി കളഞ്ഞത്, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. കാരണം ഇവർക്ക് സംഭവിച്ച ട്രാൻസ്ഫോർമേഷൻ. ഒരു കാലത്ത് വി ആർ ദ വേൾഡ്, അതായത് നമ്മളാണ് ലോകം, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹമാണ് നമ്മുടെ ലോകം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഈ ഒരു വ്യക്തികൾ മുന്നോട്ടേക്ക് പോകവേ നിങ്ങളുടെ സ്നേഹം എന്തായാലും വിട്ടുപോകില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വന്നപ്പോൾ ഇവരുടെ ക്യാരക്ടറിൽ ചെറിയ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇതിവിടെ നമുക്ക് പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം, ഒരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. അത് ഫാമിലി ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റു പല വ്യക്തികളും, അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടർ. ഓക്കെ, ഇവരുടെ ഒരു ചേഞ്ചസ്, ഇവരുടെ ഒരു ക്യാരക്ടറിന് വന്നിരിക്കുന്ന ചേഞ്ചസ്. ആദ്യകാലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മുഴുവനും കൊടുത്തിരുന്ന ഈ ഒരു വ്യക്തികൾ പിന്നെ നിങ്ങൾക്ക് വലിയ സമയം തരാതെയായി, ഇവരുടേതായ കാര്യങ്ങൾക്ക് മാത്രം കൂടുതൽ വാല്യൂ കൊടുക്കുകയും, കാരണം ഇവരുടെ ചിന്ത ഒരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ ഒരു കാരണം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പോവുകയില്ല, നിങ്ങൾ ഇവിടെ തന്നെ കടിച്ചു പിടിച്ച് കിടക്കും. ഈ ഒരു ചിന്തയായിരുന്നു ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു രീതിയിൽ നിങ്ങളോട് പെരുമാറി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് പോയപ്പോഴേക്കും നിങ്ങൾ ഒരുപാട് ഈ ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികളായതുകൊണ്ട് നിങ്ങൾ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പുറകെ, സ്ട്രോങ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രത്തോളം ഇവരുടെ പുറകെ കുറെ നടന്നിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നിട്ടും ഇവരുടെ ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു ആത്മാഭിമാനം, അതായത് ഒരു വ്യക്തിത്വമുള്ള പേഴ്സണാലിറ്റി തന്നെയാണ് നിങ്ങൾ.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എന്തായാലും എന്നാ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊരു മെന്റാലിറ്റിയിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കാം. അതോടുകൂടി നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ ജോലികൾ, ഈ ഒരു വ്യക്തിയോട് എത്രത്തോളം സ്നേഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു അടി ബാക്കിലേക്ക് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു ചിന്തയിലേക്ക്, അവരുടെ ചിന്തകളെ മാറ്റാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇപ്പൊ അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചധികം ബോൾഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, നിങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു ചിന്തയൊക്കെ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഭയം എന്ന് പറയുന്നത് ഇവർ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയവും അല്ല, അതുപോലെ ആ ഒരു ഭയം ഇവരിൽ ഒരു വല്ലാത്ത അസ്വസ്ഥതയും സ്വസ്ഥതയില്ലായ്മയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്ത് രീതിയിലാണെങ്കിലും ഇനി ഇതിനെ തിരിച്ചു പിടിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവരായിട്ട് തന്നെ ഇവർക്ക് ആദ്യ കാലങ്ങളിൽ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല. എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്, നിങ്ങൾ എന്താ വിട്ടുപോകാൻ കാരണം, ഇനി ഇവരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കുമോ എന്നൊരു ചിന്തകൾ വന്നെങ്കിലും ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ താൻ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ചിന്താഗതികളുടെ പ്രശ്നം കൊണ്ടിട്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു മനസ്സിലായകയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി, ഹാങ്ഡ് മാൻ ആണ്, ഇവര് തലകീഴായി, അതായത് നേരെ തിരിച്ച് കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈവരിച്ചിട്ട് കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്, ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത്. എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഇത്രത്തോളം ഈ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ചിലവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഡെത്ത് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ഒട്ടും ഒരു കോണ്ടാക്ട് ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. അപ്പൊ ഇവര് പോയ സമയത്തൊന്നും ഇതിനെക്കുറിച്ച് വലിയ ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ ഒരുപാട് വേദനിച്ച് നിങ്ങളുടെ വേദനകളെല്ലാം മറികടന്ന് ഇപ്പൊ നിങ്ങളുടേതായ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന എനർജിയാണ്. എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ വേദന ഉണ്ടെങ്കിലും നിങ്ങളത് പുറത്ത് കാണിക്കാതെ നിങ്ങളുടെ രീതിക്ക് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. അപ്പൊ ഈ ഒരു പേഴ്സൺ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെ വിട്ടിട്ടില്ല. അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. ഇവർ ഏത് സിറ്റുവേഷനിൽ നിങ്ങളെ വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞാലും, ബന്ധം അവസാനിപ്പിച്ച് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ടിട്ടില്ല. കാരണം ഇവർക്ക് നിങ്ങളെ അങ്ങനെ വിട്ടുകളയാനായിട്ട് പറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ അത്രത്തോളം അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അഡിക്റ്റഡ് ആണ് നിങ്ങളിൽ. എന്തൊക്കെ പറഞ്ഞാലും ഒരു വശം കൊണ്ടിട്ട് ഇവർക്ക് കംപ്ലീറ്റ് നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് സാധ്യമല്ല. ഓക്കെ, എന്ത് സിറ്റുവേഷനിൽ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ again ഇവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവർക്ക് വന്നിരിക്കുന്ന ചിന്ത, ഇനി ഇവരെ എങ്ങാനും നിങ്ങൾ പൂർണ്ണമായിട്ട് ഇനി മറന്നു കഴിഞ്ഞോ? കാരണം ആദ്യത്തെ സമയത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ ഒരു ആദ്യ കാലങ്ങളിലൊക്കെ അത്രയും നിങ്ങളായിരിക്കും ഈ ഒരു പേഴ്സണ് ഒരുപാട് സ്നേഹം കൊടുത്ത് അല്ലെങ്കിൽ കെയറിങ് കൊടുത്ത് ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ടൈം ആണെങ്കിലും മറ്റെല്ലാം ആണെങ്കിലും ഈ ഒരു വ്യക്തി ഇട്ട പോലെ തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് കാലെടുത്ത് വെച്ച് അന്ന് ആ നിമിഷം മുതൽ നിങ്ങൾ എല്ലാ രീതിക്കും ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അത്രയും ഹാപ്പി ആയിട്ട് എല്ലാ രീതിക്കും ഒരു വിജയിക്കുന്ന ഒരു അവസ്ഥ, ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ആഹ്ലാദത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മാറ്റം ഇപ്പൊ ഇവർക്ക് ഭയം ഉളവാക്കുന്നുണ്ട്. നിങ്ങളെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ റിട്ടേൺ വരണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. കുറച്ചധികം ജാള്യതയും ചമ്മലും എല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. കാരണം അഹങ്കാരം കൂടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ചിന്തകൾ കാട് കയറിയത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഇവരുടെ കാൽക്കീഴിൽ തന്നെ ഇരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരിക്കും ഒരുപക്ഷെ ഉണ്ടായിരുന്നത്. എന്ത് വന്നാലും സഹിച്ചു കിടക്കുന്ന ഒരു ചിന്തയായിരിക്കാം. ആ ഒരു അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടായിരിക്കും പല കാര്യങ്ങളും കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ വന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ആയിരിക്കാം. ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഒന്നും എടുക്കാതിരുന്ന ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയായിരിക്കാം ഫാമിലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൂടുതലായിട്ട് കയറി കളിച്ചിരിക്കുന്നത്. ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഫാമിലി ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതി ഇവിടെയും സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇനി അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ, നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ, ഏത് രീതിയിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ബന്ധമാണെന്നുണ്ടെങ്കിലൊക്കെ പോലും നിങ്ങൾ ആദ്യ കാലങ്ങളിൽ ഇവരെ വിലക്കിയിരുന്നു, അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അപ്പോഴും നിങ്ങൾ ഇവർക്ക് ഒരു സപ്പോർട്ടായിട്ട് തന്നെയായിരിക്കാം നിന്നിരുന്നത്. ഇനി അങ്ങനെ വേണ്ടാന്നോ, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയൊക്കെ മുന്നോട്ടേക്ക് അത്രയും വിശ്വാസത്തോടു കൂടി വന്ന വ്യക്തികളാണ്. പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തിനെയും വീണ്ടും മറികടന്നിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വീണ്ടും വീണ്ടും again ഇത് വന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെയായിരിക്കാം നിങ്ങൾ പിന്നെ പതുക്കെ പുറകോട്ട് മാറിയിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പുറകോട്ട് മാറൽ എന്തായാലും ഈ ഒരു പേഴ്സണെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ കൂടുതൽ തീവ്രതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പൊ ഇപ്പൊ ഇവര് ചിന്തിക്കുന്നുണ്ട് ഇനി എല്ലാ രീതിക്കും ഇതിനൊരു പുതിയ തുടക്കം കൊണ്ടുവരണം. കാരണം നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണെ ഒരു രീതിയിലും വിട്ടുകളയാൻ പറ്റില്ല. കാരണം നിങ്ങൾ അത്രത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്, അല്ലെങ്കിൽ മെൻ ആണ്. എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളിൽ ഒരു
ചൈൽഡിഷ് മെന്റാലിറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പെരുമാറാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇവരുടെ കൂടെ ഉള്ളപ്പോൾ അത്രത്തോളം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം കീപ്പ് ചെയ്യുന്നവരുമായിരിക്കാം. അതൊക്കെ തന്നെയാണ് നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണിലേക്ക് ഈ ഒരു വ്യക്തിയെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആ ഒരു അട്രാക്ഷനും കാര്യങ്ങളിലും ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഒരു രീതിക്ക് നിങ്ങളെ വിട്ടുകളയാനായിട്ട് പറ്റാത്തത്. അപ്പൊ ഇവരിപ്പോ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു രീതിയിലും വിട്ട് കളയരുത്, നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തണം, ഈ ഒരു ബന്ധത്തിന് ഒരു പുതിയ തുടക്കം വേണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, വൈകാരികമായ ഒരു ജീവിതത്തിന് തുടക്കം. അപ്പൊ ഇതുവരെ ചെയ്യാതിരുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇവർ ഇനി ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ ചെയ്യാതിരുന്നത് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇനി കൈവിട്ട് പോവില്ല എന്നുള്ള ചിന്തയിൽ ഓടിക്കളിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും നടന്നു. ഇനി ആ ഒരു രീതിയല്ല വേണ്ടത്. ഇനി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കാവുന്നിടത്തോളം ഒരു എന്താ പറയാ, ആ ഒരു സ്നേഹത്തിന്റെ തീവ്രമായ കാര്യങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കെയറിങ്ങും തന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ രീതിയിലെല്ലാം തരിക. നിങ്ങളുടെ കൂടെ തന്നെ 24 hours ഇരിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിൽക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അഹങ്കാരം കൊണ്ടിട്ട് ഒന്നും നേടാനാകില്ല എന്ന് അറിയുന്ന ഒരു അവസ്ഥ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സണിൽ ഭയങ്കരമായ ഒരു പരിവർത്തനം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാണ്ട്സ് ആണ്. പൂർണ്ണമായിട്ടും ഒരു പരിവർത്തനം സംഭവിച്ചതിന് ശേഷം റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു വ്യക്തി. കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണ് എന്നുള്ളത് കാഴ്ചപ്പാടുകൾക്ക് correct ആയിട്ട് ഒരു വ്യക്തത അവർക്ക് വന്നിട്ടുണ്ട്. സെയിം തന്നെ ഒരു എനർജിയാണ് നമുക്ക് രണ്ടിലും കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾക്ക്, ഒരു കാഴ്ചപ്പാടുകൾക്ക് എല്ലാം തന്നെ വ്യത്യസ്തത ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹവും നിങ്ങളിലേക്ക് പകുത്ത് നൽകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് correct ആയിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പുറത്ത് നിന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളും ആ ഒരു വ്യക്തിയും അല്ലാതെ മൂന്നാമതൊരാളെ ഇനി കയറാനായിട്ട് അനുവദിച്ചുകൂടാ. അതിപ്പോ ഫാമിലി ആണെങ്കിലും മറ്റേതെങ്കിലും വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇനി ഒരു വ്യക്തികളുടെ സ്വാധീനമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന്റെ സ്വാധീനമോ പോലും ഈ ഒരു ബന്ധത്തിൽ വരാൻ പാടില്ല. കാരണം നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു വ്യക്തിയിലേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ട്രസ്റ്റും ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റും എല്ലാം തന്നെ എല്ലാ രീതിക്കും നിങ്ങൾക്കും തിരിച്ചു നൽകണം. ഈ ഒരു ബന്ധത്തിൽ ഒരു വിജയം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തിരിച്ചു വരവെന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഒരു വിജയമായിരിക്കണം, ഒരു റീബർത്ത് തന്നെ സംഭവിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ person ഇപ്പൊ plan ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് direction നോക്കുന്നു. അല്ലെങ്കിൽ അതിലൊരു വിജയം ഇവര് മനസ്സുകൊണ്ട് തന്നെ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ ആലോചിച്ച് ആഹ്ലാദിക്കുകയാണ്. കാരണം ഇവർക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നിങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വിട്ടു പോവുകയില്ല എന്നുള്ളത്. എങ്കിലും നിങ്ങളുടെ മാറ്റം ഇവരെ ഭയപ്പെടുത്തുന്നുമുണ്ട്. ഒരു സൈഡിൽ നിങ്ങൾ വിട്ടു പോകില്ല എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ടെങ്കിലും മറു സൈഡിൽ ഇവർക്ക് ഭയമുണ്ട്. ഇനി എങ്ങാനും വിട്ടു പോകുമോ? രണ്ട് രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു രീതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെരുമാറ്റം, നിങ്ങളെക്കുറിച്ച് ഇവർ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവരെ ആകെപ്പാടെ confused ആക്കുന്നത്. കാരണം ഇവർക്കറിയാവുന്ന person എന്ന് പറയുന്നത് ഇവരുടെ മുന്നിലേക്ക് full time ഇവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളെയാണ്. പക്ഷെ ഇപ്പൊ കാണുന്ന ഒരു person എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ value കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കൂടെ കണ്ടത് കൊണ്ടിട്ട് ഇവർ ആകെപ്പാടെ ഒരു confusion stage ലേക്ക് എത്തിയിട്ടുണ്ട്. എത്രത്തോളം confusion ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വിജയം വേണമെന്നും ഇതിനെ നേടണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ വ്യത്യസ്തത കൈവന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും death ആയി പോയ ബന്ധവും നമുക്കിവിടെ കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ relationship കാര്യത്തിൽ ഒരു breakup, അത്രയും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ ഇപ്പൊ third party situation ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾ സഹിച്ചിട്ട് വീണ്ടും ഇവർ ഇങ്ങനെ repeat ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ അടി, ഇടി, വഴക്ക്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പൂർണ്ണമായിട്ട് നിന്നുപോയ ഒരു ബന്ധം തന്നെയായിരിക്കാം. അപ്പൊ അങ്ങനെ നിന്നുപോയ ബന്ധമാണിട്ട് ഈ ഒരു person ആയിട്ടാണ് നിങ്ങളിൽ നിന്ന് പോയെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളായിട്ടാണ് ഇവരെ block ചെയ്തതെന്നുണ്ടെങ്കിലും ഇപ്പോ ഈ ഒരു സമയത്ത് ഇവരായിട്ട് തന്നെ എന്തായാലും വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനൊരു rebirth സംഭവിക്കണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് നിങ്ങളെ വിട്ടുകളയാനായിട്ട് പറ്റില്ല. അത്രയും തന്നെ നമുക്ക് again ഇവിടെ lovers energy തന്നെ വന്നിട്ടുണ്ട്. ടാരോട്ടിലും വന്നിട്ടുണ്ട്. ഇവർ അത്രയും നിങ്ങളിൽ addicted ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹത്തില് ആ ഒരു addiction ഇവരിൽ ഉണ്ട്. നിങ്ങൾ അത്രയും ഒരു genuine ആയിട്ടുള്ള സ്നേഹം തന്നെയായിരിക്കാം ഒരുപക്ഷേ ഈ ഒരു person ന് കൊടുത്തിരിക്കുന്നത് എന്നൊരു energy നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഒരു pure ആയിട്ടുള്ള love. അത്രയും ഒരു mother energy എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ഒരു caring ഉം ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഇവരെ support ചെയ്യുക, ഇവർക്ക് ഒരു guidance കൊടുക്കുക, ഇവരുടെ എല്ലാ രീതിക്കും ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തികൾ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയ ഒരു couples ആയിരിക്കാം നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ relationship husband and wife ഓ lovers ഓ friends ഓ എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഒരു relationship എന്ന് പറയുന്ന രീതി എന്ന് പറയുന്നത്
അത്രയും ഒരു തീവ്രമായിട്ടുള്ള ഒരു പ്രണയം മുന്നോട്ടേക്ക് കൊണ്ടുപോയ വ്യക്തികളാണ്. നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുപോലെ കണ്ടുമുട്ടിയ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ പോലും നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണെ കണ്ടപ്പോൾ ഇവരുടെ ലൈഫിലേക്ക് നിങ്ങൾക്കും വരണമെന്ന് ഒരു പക്ഷേ ചിലവരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ പരിചയപ്പെട്ടതിന് ശേഷം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഇവരെ എവിടെയോ വെച്ച് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരെ പോലെ ഒരു പേഴ്സണെ ലൈഫിലേക്ക് ലഭിച്ചത് ഭാഗ്യമാണല്ലോ എന്നുള്ളത് നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ ഒരു പടി മടങ്ങ് ചിന്തിക്കുന്ന, കൂടുതൽ ചിന്തിക്കുന്ന ഒരു വ്യക്തികളാണ് ഇവര്. അപ്പൊ ആ ഒരു അഡിക്ഷൻ നിങ്ങളിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഡെത്ത് ആയി പോയ അല്ലെങ്കിൽ നിന്ന് പോയ ഒരു ബന്ധം, പൂർണ്ണമായിട്ട് നിലച്ചുപോയ ബന്ധമാണെങ്കിലും അതിന് റീബർത്ത് സംഭവിക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് ഒരു പാഠം പഠിച്ചെടുത്തിരിക്കുന്നു. അതായത് മൂന്നാമതൊരാൾ ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിലും എന്തായിരിക്കാം സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിക്ക് ഒരു ബോധം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. രണ്ടുപേര് മാത്രമായിട്ടുള്ള ബന്ധത്തിൽ മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം അത് എഫക്ട് ചെയ്യും, എത്രത്തോളം ഈ ഒരു മൂന്നാമത്തെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടാകും, ഇത് ഇവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളതായിരിക്കാം. അന്നേരം ഒന്നും ഇവർ കേട്ടിട്ടില്ല. കാരണം കേൾക്കാതിരുന്ന മറ്റൊന്നും കൊണ്ടല്ല, എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇട്ടിട്ട് പോകില്ല എന്നൊരു ചിന്തയായിരുന്നു, ആ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പൊ എന്തായാലും ആ ഒരു ഓവർ കോൺഫിഡൻസും ആ ഒരു ഈഗോ ക്യാരക്ടറും ഒക്കെ ഒന്ന് പതുക്കെ താഴത്തേക്ക് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇടിഞ്ഞു വീഴുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ജാള്യതയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ വിട്ടുകളയാനായിട്ട് മനസ്സ് വരാത്തത് കൊണ്ട് തന്നെ ഇവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ഭയമാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്. ഇതൊരു സക്സസിലേക്ക് എത്തിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കെയറിങ് എല്ലാം തരണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. കാരണം ഇവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മെന്റാലിറ്റി ഒക്കെ കുറെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബന്ധത്തിലേക്ക് ആദ്യകാലങ്ങളിൽ ഇട്ടിരുന്ന പോലെ തന്നെയുള്ള ഒരു ടൈം ആണെങ്കിലും നിങ്ങളുടെയോടുള്ള ഒരു സ്നേഹമാണെങ്കിലും എല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സക്സസിലേക്ക് കൊണ്ടുപോവുക. സൺ എനർജി ആണ് വന്നിരിക്കുന്നത്. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഇതിലേക്ക് കൊണ്ടുപോകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും നിലച്ചു പോകാതെ എന്നെന്നും കൂടെ നിർത്തണം എന്നുള്ള ഒരു എനർജി. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ഓഫ് wands വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പുതിയപ്പോ നിന്നുപോയൊക്കെ ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും തുടങ്ങുക എന്നൊക്കെ പറയുന്നത് ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു family ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ again തുടങ്ങുക എന്ന് പറയുന്നത് ഒരു risk ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഇവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. പല രീതിക്ക് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സൺ അറിയാം. പക്ഷെ എന്ത് രീതിയിലുള്ള തടസ്സങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മൂന്നാമതൊരു പേഴ്സണെ ഇതിനകത്തേക്ക് ഇനി ഇടപെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ പറ്റി ആഴത്തിൽ പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ. അപ്പൊ ഈ ഒരു മാറി നിൽക്കുന്ന കാലയളവിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം തന്നെ ഓടിച്ചു വിടുക, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾ ഇടപെടേണ്ട എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് അത് പറയാനായിട്ട് ഇവർ തയ്യാറെടുത്താണ് നിൽക്കുന്നത്. കാരണം ഇവർക്ക് നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക്, ഒരു ഡൗൺ എനർജിയിലേക്കാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്. ഇവർ പലപ്പോഴും ആരും ഇപ്പൊ എല്ലാവരുടെയും മുമ്പിലൊന്നും ഇവർ ഭയങ്കരമായിട്ടും വിഷമാവസ്ഥകൾ കാണിക്കാത്ത ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് ഇവർക്ക് കൈവിട്ട് പോകുന്നുണ്ട് പലപ്പോഴും. ഓക്കെ, മറ്റുള്ളവരുടെ മുമ്പിൽ എത്രത്തോളം കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഇവരുടെ കൈവിട്ട് പോകുന്നുണ്ട്. ആ ഒരു മാറി നിന്ന സമയം അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച തന്നെയാണ് ഈ ഒരു പേഴ്സണെ കൂടുതൽ ആഴത്തിൽ ഈ ഒരു ബന്ധത്തിന്റെ തീവ്രതയും നിങ്ങളുടെ സ്നേഹത്തിന്റെ സത്യസന്ധതയും എല്ലാം മനസ്സിലാക്കാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സ്നേഹവും സത്യസന്ധതയും എന്നെങ്കിലും ഈ ഒരു പേഴ്സൺ തിരിച്ചറിയും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ചറിഞ്ഞിട്ട് ഇവരിൽ നിന്നൊരു കോണ്ടാക്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ പോലും ഉണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന്റെ അവസാനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിന്റെ വാല്യൂ എന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസിലാണ് ഇവർ നിന്നിരുന്നെന്നുണ്ടെങ്കിലും ദൈവികമായ ഒരു കയ്യൊപ്പോ അല്ലെങ്കിൽ ഒരു ദൈവികമായ ശക്തിയുടെ ഭാഗമായി നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ഇത്രത്തോളം നെഗറ്റീവ് എനർജിയിലും നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സത്യസന്ധമായ കാര്യങ്ങളെ ഈ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പൊ അവർ മാനസികപരമായിട്ട് ഒരുപാട് തകർന്ന് വേദനാജനകമായ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു. ആ ഒരു വേദന ഇവർക്ക് ഒട്ടും താങ്ങാനായിട്ട് സാധിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ ഒറ്റക്കായിട്ട് തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് എല്ലാ രീതിക്കും
ഇറങ്ങണം എന്ന് ചിന്തിച്ചിരിക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ എന്തായാലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് അത്രത്തോളം ഒരു സ്നേഹമുള്ള പേഴ്സൺ തന്നെയാണ്. ഇവർ ചെയ്തു പോയ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഇവർക്ക് വളരെയധികം മാനസാന്തരം ഉണ്ട്, അല്ലെങ്കിൽ കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇനി ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു രീതിക്ക് റിസ്ക് എടുക്കാനും തയ്യാറല്ല. ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. രാത്രിയിലും പകലും എന്ന വണ്ണം പൂർണ്ണമായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി. അതോടൊപ്പം തന്നെ യൂണിവേഴ്സ് ആയിട്ട് ഒരുപാട് അടുത്തിരിക്കുന്നു, ഒരുപാട് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. ഒരു പ്രാർത്ഥനാശീലമൊന്നും ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 24 മണിക്കൂറും പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന പോലെ അത്രത്തോളം വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു യൂണിവേഴ്സൽ പവറിൽ വിശ്വസിക്കുന്നുണ്ട് ഇവര്. ആ ഒരു വിശ്വാസം തന്നെയാണ് ഇവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് ആണ് ഇവർക്ക് ഉള്ളത്. ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു. എങ്കിൽ പോലും പലപ്പോഴും ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും ഇതിനൊരു വിജയം തന്നെയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം മനസ്സിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവർക്ക് അത് സാധിക്കുന്നില്ല. എല്ലാ രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ച് തന്നെയാണ് വരുന്നത്. കാരണം നിങ്ങളുടെ രീതി എന്തായിരിക്കും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് predict ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സാരം. നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിങ്ങിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്ത് നിങ്ങൾ ഇതൊന്നും കാണിക്കാത്ത കൊണ്ടിട്ട് ഇപ്പൊ ഇവർക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചതും അത് തന്നെയായിരിക്കാം. നിങ്ങൾ ഒരുപാട് പുറകെയൊക്കെ നടന്ന വ്യക്തികളായിരിക്കാം. ഇനി എന്തായാലും ഇവരായിട്ട് തന്നെ വരട്ടെ. മനസ്സ് അത്രത്തോളം വേദനിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ അത്രത്തോളം ഒരു എന്താ പറയാ നിങ്ങളുടെ ഒരു സെൽഫ് ലവിലേക്ക് മാറിയത് കൊണ്ട് നിങ്ങളുടെ ഒരു മെഡിറ്റേഷന്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു സ്ട്രോങ് ഡിസിഷനിൽ നിൽക്കുകയാണ്. ഇവരായിട്ട് തന്നെ വരട്ടെ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉറച്ച് ആ ഒരു തീരുമാനത്തിൽ നിൽക്കുകയും പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ടിങ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. അവർ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഗൈഡൻസ് എന്ന് പറയുമ്പോഴേക്കും അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ അല്ലെങ്കിൽ കൂടുതലായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള വ്യക്തികളെ ഇതിനകത്തേക്ക് ഇവര് ഉൾക്കൊള്ളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ഡിവൈൻ ആയിട്ടാണ് ഒരുപാട് കണക്ട് ആയിരിക്കുന്നത്. പ്രാർത്ഥന കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഗൈഡൻസ് ഇവർ എടുക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിലെ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് ആ ഒരു മെഡിറ്റേഷൻസിലൂടെ തന്നെ ടേണിംഗ് ഇൻ ആണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ ഒരു പാത തിരഞ്ഞെടുത്ത് വരുന്നു. പുതിയ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു പുതിയ വിഷൻ വന്നിരിക്കുകയാണ്. ന്യൂ വിഷൻ ആണ് വന്നിരിക്കുന്നത്. എല്ലാ കാഴ്ചപ്പാടുകൾക്കും വ്യത്യസ്തത വന്നിട്ടുണ്ട്. താഴെ നോക്കി നടന്നിരുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് നോക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വിട്ടുപോകില്ല എന്നൊരു ചിന്തയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ചിന്ത തെറ്റാണ്. ഒരു ലിമിറ്റിൽ കൂടുതൽ ആരും ഒരു റിലേഷൻഷിപ്പിലും കടിച്ചു തൂങ്ങി നിൽക്കുകയില്ല. നിൽക്കാവുന്നതിന്റെ മാക്സിമം നിന്നിട്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറി ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഇവരിപ്പോ ഈ ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇതിനകത്തേക്ക് വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന എനർജി എന്ന് പറയുന്ന ഒരു ഹെർമിറ്റ് എനർജിയാണ്. തീർത്തും ഒരു സത്യാന്വേഷണ ബാധ. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം തന്നെ മനസ്സുകൊണ്ടിട്ട് തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് ഒരു കുറ്റബോധവും അതോടൊപ്പം തന്നെ നഷ്ടബോധവും ഇവരെ വല്ലാതെ അലട്ടുകയാണ്. പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്നുള്ള രീതിയിലാണ് ഇവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത്. ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അറിയിക്കണമെന്നും നിങ്ങളുടെ ബന്ധത്തിലെ എല്ലാ രീതിക്കും ഒരു സ്റ്റാർട്ടിങ് വേണമെന്നും ആഗ്രഹിക്കുകയാണ്. ഒരു ജഗ്ലിംഗ് സ്റ്റേജിലാണ് ഇവർ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യ സമയങ്ങളിൽ ഇപ്പൊ ആ ഒരു ജഗ്ലിംഗ് സ്റ്റേജ് ഒക്കെ ഇവർക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ഭയം ഇവരെ വല്ലാതെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സൈഡിൽ നിങ്ങളോടുള്ള സ്നേഹം, മറു സൈഡിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. ഈ രണ്ട് കാര്യങ്ങളുടെ ഇടയിലാണ് ഇവർ നിൽക്കുന്നത്. കാരണം നിങ്ങളെ പറ്റി അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആണെന്ന് അറിയുമ്പോൾ ഇനി ഇവരെ പൂർണ്ണമായിട്ട് മറന്നോ എന്നുള്ളൊരു ഭയം അവർക്കുള്ളത്. ആ ഒരു അസ്വസ്ഥതയും ടെൻഷനും എല്ലാം തന്നെ ഇവരെ വല്ലാതെ ബാധിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇതിലൊരു വിജയം വേണം. ഒരു celebration അല്ലെങ്കിൽ ഒരു commitment ലേക്ക് കൊണ്ടുപോകണം. again നമുക്ക് 10 of pentacles family energy ആണ്. knight of cups ഒക്കെ വന്നിട്ടുണ്ട്. magician ഒരുപാട് positive energies ആണ് വന്നിരിക്കുന്നത്. അത്രത്തോളം നിങ്ങളിലേക്ക് attract ആയി നിൽക്കുന്ന ഒരു വ്യക്തി. okay അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു reading ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ reading ആയിട്ട് connect ചെയ്തു വരുന്ന കുറച്ച് clues കൂടെ നമുക്ക് നോക്കാം. സെവൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. 44 എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഒക്ടോബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. വിശാഖം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 19 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ആയില്യം വന്നിട്ടുണ്ട്.
കാലിക്കട്ട്, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. എസ് അഗൈൻ വന്നിട്ടുണ്ട്. 1972, 22 എന്നൊരു നമ്പർ, 34 എന്നൊരു നമ്പർ, സ്കോർപിയസ് വന്നിട്ടുണ്ട്. 38 വന്നിട്ടുണ്ട്. ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. 44 അഗൈൻ വന്നിട്ടുണ്ട് കേട്ടോ. എച്ച്, എറണാകുളം, 1982, അഗൈൻ 44 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ജെ എന്നൊരു ലെറ്റർ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 25 എന്നൊരു നമ്പർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നാളെ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.